അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി, അതായത് നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള നിതിൻ രാജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഇന്നലെ DGPക്ക് കൂടി ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്ന അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു മതി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ എന്നുള്ളതാണ്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. അധ്യാപകർ ഒളിവിലാണ്. ഈ TK റാം അതുപോലെ തന്നെ സംഗീത എന്ന് പറയുന്ന രണ്ട് അധ്യാപകരും ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ നിലവിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനമാണ്. കാരണം മൊഴികൾ എല്ലാവരുടെയും രേഖപ്പെടുത്തി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മതി. ഇല്ലെങ്കിൽ അത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതായി മാറും എന്നുള്ളതാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ അന്വേഷണ സംഘം നിതിൻ രാജിന്റെ വീട്ടിലെത്തി ബന്ധുക്കളുടെയും രക്ഷകർത്താക്കളുടെ അച്ഛൻ്റെയും മൊഴി രേഖപ്പെടുത്തി. അമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഇന്നലെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നതിനാൽ മൊഴി രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഇന്നലെയാണ് സഹപാഠികളായിട്ടുള്ള രണ്ടു പേർ ഈ വീട്ടിലേക്ക് വരികയും ഈ അധ്യാപകർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തവരെ ഈ റാം എന്ന് പറയുന്ന ആളിനെ അധ്യാപകനെന്ന് കണക്കാക്കാൻ കഴിയില്ല, അദ്ദേഹം ഒരു മൃഗമാണെന്നാണ് ഒരു സഹപാഠിയായിട്ടുള്ള പെൺകുട്ടി പറഞ്ഞത്. എന്തായാലും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയരുന്നുണ്ട് ഈ കോളേജിനെതിരെ. കാരണം കോളേജ് ഈ സമയം വരെയും ഒരു അനുശോചന യോഗം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ പ്രതിഷേധം ഈ കോളേജിലേക്ക് രാഷ്ട്രീയ സംഘടനകൾ, യുവജന സംഘടനകൾ ഉൾപ്പെടെ നടത്തി. ഇന്നും പ്രതിഷേധമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇന്ന് നിതിൻ രാജിന്റെ വീട്ടിലെത്തി അമ്മയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഉന്മേഷ്, അസ്മിത.